കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. താലൂക്ക് തല ഉദ്ഘാടനം കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ KSFE ചെയർമാൻ K വരദരാജൻ ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള വായനാ പക്ഷാചരണത്തിനാണ് തുടക്കമായത്. താലൂക്ക് തല ഉദ്ഘാടനം കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ KSFE ചെയർമാൻ K വരദരാജൻ നിർവഹിച്ചു. സമ്പന്നനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ മാർക്സിന്റെ മരണശേഷം മാർക്സിന്റെ 3 പെൺമക്കൾക്ക് അദ്ദേഹം എഴുതി വയ്ക്കുകയും ചെയ്യും. അപ്പം അദ്ദേഹത്തെ കൂടി നമുക്ക് ഈ വായന എന്നുള്ള കാര്യം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഓർക്കാതിരിക്കാനാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നു. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് അവർ ദിനങ്ങളായിട്ട് കൊണ്ടാടുന്നതെന്ന് അവർ തന്നെ ഇപ്പോൾ അറിയുമെന്നിരിക്കണം. അങ്ങനെ നമ്മളൊരു വായനാ ദിനം വർഷത്തിലൊരിക്കൽ നടത്തുന്നു എന്നുള്ളതിൽ നിന്ന് മാറി നമ്മളെന്നും ഈ വായനയെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെ. ഇപ്പോൾ സ്കൂളുകളിൽ ഇത് നടത്തുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെല്ലാം ധാരാളം സ്കൂൾ ലൈബ്രറികളുണ്ട്. കരുനാഗപ്പള്ളിയിലും ഈ സ്കൂളിലുണ്ടാവും, അപ്പുറത്തും ഉണ്ടാകും. പക്ഷെ പൊതുവെ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, ഈ സ്കൂൾ ലൈബ്രറികളൊന്നും 1-2 അധ്യാപകരായിരിക്കും അതിന് തൽപരരായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർ മാറിപ്പോവുകയോ റിട്ടയർ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ പല ലൈബ്രറികളും പ്രവർത്തിക്കുന്നില്ല എന്ന ആക്ഷേപം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇക്കാലത്തും അത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി V വിജയകുമാർ പദ്ധതി വിശദീകരണം നടത്തി. നേതൃസമിതി കൺവീനർ A സജീവ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് VP ജയപ്രകാശ് മേനോൻ, ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിജയമാലാലി, M സുരേഷ് കുമാർ, PTA പ്രസിഡന്റ് BA ബ്രിജിത്ത്, പ്രഥമാധ്യാപിക ജയശ്രീ, CS സുബ്രഹ്മണ്യൻ പോറ്റി, ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് V രാജൻപിള്ള, കാസ്റ്റ് ലൈബ്രറി പ്രസിഡന്റ് R രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. അവധിക്കാലം വായനകാലം പദ്ധതിയിൽ വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.